വിലമതിക്കാനാവാത്ത പാചകവാതകമായി മാറ്റുന്ന ശ്രദ്ധേയ പദ്ധതിയുമായി കേരളം സുസ്ഥിര വികസന രംഗത്ത് ലോകത്തിനു മുഴുവൻ മാതൃകയായി മാറുന്നു. നമസ്കാരം, ഞാൻ ജാസ്മിൻ. ബ്രഹ്മപുരം എന്ന് കേൾക്കുമ്പോഴേ ദുർഗന്ധത്തിന്റെയും നിലയ്ക്കാതെ ഉയരുന്ന കറുത്ത പുകയുടെയും ദൃശ്യങ്ങളാണ് മനസ്സിലേക്ക് വന്നിരുന്നത്. എന്നാൽ ഇന്ന് അവിടം കേരളത്തിന്റെ ഊർജ്ജഭാവിയെ സൂചിപ്പിക്കുന്ന പുതുമാതൃക ഒരുക്കുകയാണ്. മാലിന്യ കൂമ്പാരങ്ങളിൽ നിന്ന് ശുദ്ധമായ ഇന്ധനം ഉൽപ്പാദിപ്പിക്കുന്ന ബയോ CNG പദ്ധതിയാണ് ഇവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിലുള്ള കേരള ഖരമാലിന്യ പരിപാലന പദ്ധതിയാണ് ഇത്തരമൊരു ശ്രദ്ധേയ ഇടമായി ബ്രഹ്മപുരത്തെ മാറ്റുന്നത്. ബ്രഹ്മപുരത്തെ കൂടാതെ ചങ്ങനാശ്ശേരി, കൊല്ലം, കോഴിക്കോട് എന്നിവിടങ്ങളിലും ആധുനിക ബയോ CNG പ്ലാന്റുകൾ സ്ഥാപിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറെടുത്തിരിക്കുകയാണ്. ഇത് കേരളത്തിന്റെ മാലിന്യ സംസ്കരണ ചരിത്രത്തിൽ നിർണായക മാറ്റത്തിന് വഴിയൊരുക്കുന്ന പദ്ധതിയാണ്. മാലിന്യ കൂമ്പാരങ്ങളിൽ നിന്ന് ശുദ്ധമായ ഇന്ധനം ഉൽപ്പാദിപ്പിക്കുന്ന ബയോ CNG പദ്ധതികളിലൂടെ സംസ്ഥാനം സുസ്ഥിര ഊർജത്തിലേക്കുള്ള ശക്തമായ കുതിപ്പിനായാണ് ചുവടുവെക്കുന്നത്. ഉയർന്ന ജനസാന്ദ്രതയും അതിവേഗ നഗരവൽക്കരണവുമുള്ള സംസ്ഥാനമായ കേരളത്തിൽ മാലിന്യ സംസ്കരണം വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. വീടുകളിലും ഹോട്ടലുകളിലും ചന്തകളിലും ദിനംപ്രതി കെട്ടിക്കിടക്കുന്ന ജൈവ മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കാനാകാതെ വരുമ്പോൾ അത് പരിസ്ഥിതിക്കും പൊതുജനാരോഗ്യത്തിനും ഭീഷണിയാണ്. ഇത്തരമൊരു പശ്ചാത്തലത്തിലാണ് മാലിന്യത്തെ വിലമതിക്കാനാവാത്ത വിഭവമാക്കി മാറ്റുക എന്ന ആശയത്തിന് പ്രസക്തിയേറിയത്. അതേ തുടർന്നാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് കേരള ഖരമാലിന്യ പരിപാലന പദ്ധതിയിൽ ഉൾപ്പെടുത്തി മാലിന്യത്തെ ഊർജമാക്കി മാറ്റുന്ന ബയോ CNG പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിലേക്ക് കടന്നിരിക്കുന്നത്. ബയോ CNG എന്നാൽ സാധാരണ ബയോഗ്യാസ് പ്ലാന്റുകളുടെ വിപുലമായ രൂപം മാത്രമല്ല, അതിനേക്കാൾ ഉയർന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നടത്തുന്ന മാലിന്യ ശുദ്ധീകരണ പ്രക്രിയയാണിത്. വീടുകളിലും ഹോട്ടലുകളിൽ നിന്നുമുള്ള ഭക്ഷ്യാവശിഷ്ടങ്ങളും പച്ചക്കറി മാലിന്യങ്ങളും ശേഖരിച്ച് അവ വെള്ളം ചേർത്ത് പ്രത്യേക ചേംബറുകളിൽ നിക്ഷേപിക്കുന്നു. വായു കടക്കാത്ത ചേംബറുകൾക്കുള്ളിലെ അന്തരീക്ഷത്തിൽ സൂക്ഷ്മജീവികൾ മാലിന്യത്തെ വിഘടിപ്പിച്ച് ബയോഗ്യാസ് ഉൽപ്പാദിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഗ്യാസിലുള്ള കാർബൺ ഡൈ ഓക്സൈഡും മറ്റ് ഘടകങ്ങളും നീക്കം ചെയ്ത് മീഥേൻ അളവ് 95 മുതൽ 97% വരെ ഉയർത്തുന്നു. തുടർന്ന് ഇത് ഉയർന്ന മർദ്ദത്തിൽ ചുരുക്കിയാണ് ബയോ CNG രൂപപ്പെടുത്തുന്നത്. ഗുണനിലവാരത്തിൽ ഇത് പ്രകൃതിവാതകത്തോട് തുല്യമാണ്. ഊർജ ലഭ്യത വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഇക്കാലത്ത് ലളിതമായതും എന്നാൽ കാര്യക്ഷമതയുള്ളതുമായ ഇത്തരം മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ സംസ്ഥാനത്തിന്റെ ഊർജ്ജഭാവിക്ക് വലിയൊരു വാഗ്ദാനം കൂടിയാണ്. ബ്രഹ്മപുരത്താണ് സംസ്ഥാനത്ത് ആദ്യമായി ബയോ CNG പ്ലാന്റ് സ്ഥാപിച്ചത്. അത് സംസ്ഥാനത്തിന്റെ ഒട്ടാകെയുള്ള മാലിന്യ സംസ്കരണ മാറ്റത്തിന്റെ ആദ്യ പടിയായി മാറുന്നു. പ്രതിദിനം 150 ടൺ ജൈവ മാലിന്യം സംസ്കരിക്കാൻ ശേഷിയുള്ള ബ്രഹ്മപുരം ബയോ CNG കേന്ദ്രത്തിൽ ആദ്യഘട്ടത്തിൽ 75 ടൺ ശേഷിയോടെയാണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ദിവസേന ഏകദേശം 6 ടൺ ശുദ്ധമായ ഗ്യാസ് ഇവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടും. ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വാതകം പൈപ്പ് ലൈൻ വഴി നേരിട്ട് ഉപയോഗത്തിനായി എത്തിക്കാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. ബ്രഹ്മപുരത്തെ കൂടാതെ ചങ്ങനാശ്ശേരിയിൽ രൂപം കൊള്ളുന്ന ക്ലസ്റ്റർ പദ്ധതി കേരളത്തിന്റെ വികേന്ദ്രീകൃത വികസന സമീപനത്തെ വ്യക്തമാക്കുന്നതാണ്. പ്ലാന്റ് സ്ഥാപിക്കപ്പെടുന്ന പ്രദേശത്തെ മാലിന്യം മാത്രമല്ലാതെ സമീപ നഗരസഭകളുടെയും ഗ്രാമപഞ്ചായത്തുകളുടെയും മാലിന്യം ഒരുമിച്ച് സംസ്കരിക്കുന്ന മാതൃകയാണ് ചങ്ങനാശ്ശേരിയിൽ നടപ്പാക്കാൻ പോകുന്നത്. ഇത് തദ്ദേശ സ്ഥാപനങ്ങൾ തമ്മിലുള്ള സഹകരണത്തിന്റെ മികച്ച ഉദാഹരണം കൂടിയായി മാറുന്നു. ബയോ CNG പ്ലാന്റുകൾ പരിസ്ഥിതി, കൃഷി, സമ്പദ് വ്യവസ്ഥ എന്നീ 3 മേഖലകളിലും വലിയ ഗുണം പ്രദാനം ചെയ്യും. മാലിന്യം കത്തിക്കുകയോ കെട്ടിക്കിടക്കുകയോ ചെയ്യുമ്പോൾ പുറന്തള്ളുന്ന വാതകങ്ങൾ കുറയുന്നതിലൂടെ പരിസ്ഥിതിക്ക് അതേറെ ആശ്വാസമേകുന്നു. അതുപോലെ തന്നെ കൃഷിയിടങ്ങളിൽ ശേഷിക്കുന്ന ജൈവ അവശിഷ്ടങ്ങൾ മികച്ച വളമായി ഉപയോഗിക്കാൻ ബയോ CNG പ്ലാന്റുകൾ സഹായിക്കുന്നു. ഇത് കർഷകർക്ക് ഗുണം ചെയ്യും. ഇതിനെല്ലാം ഉപരി ഇറക്കുമതി ഇന്ധനങ്ങളിലുള്ള ആശ്രിതത്വം കുറച്ച് രാജ്യത്തിനുള്ളിൽ തന്നെ ഊർജം ഉൽപ്പാദിപ്പിക്കാനും ഈ പദ്ധതി വഴിയൊരുക്കും. അങ്ങനെ രാജ്യത്തിന് സാമ്പത്തിക നേട്ടത്തിനും ബയോ CNG പ്ലാന്റുകൾ കാരണമായി തീരുന്നു. ഇത്തരത്തിലുള്ള വൻ പദ്ധതികൾ വിജയകരമാകണമെങ്കിൽ ജനങ്ങളുടെ പങ്കാളിത്തം നിർണായകമാണ്.
വീടുകളിൽ നിന്ന് തന്നെ ജൈവ അജൈവ മാലിന്യങ്ങൾ വേർതിരിച്ച് നൽകുന്നത് പദ്ധതിയുടെ വിജയത്തിന് അനിവാര്യമാണ്. പ്ലാസ്റ്റിക്, ലോഹങ്ങൾ എന്നിവ ജൈവ മാലിന്യങ്ങളിൽ കലർന്ന് പ്ലാന്റുകളിലെത്തിയാൽ അത് പ്ലാന്റുകളുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തും. അതിനാൽ തന്നെ കൃത്യമായി മാലിന്യങ്ങൾ വേർതിരിക്കേണ്ടതുണ്ട്. മാലിന്യം ഒരു പ്രശ്നമല്ല, ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്താൽ അത് വലിയൊരു സമ്പത്താണെന്ന തിരിച്ചറിവാണ് പുതിയ പദ്ധതിയിലൂടെ കേരളം വിളിച്ചോതുന്നത്. അടുക്കളകളിൽ നിന്ന് വലിച്ചെറിയപ്പെടുന്ന അവശിഷ്ടങ്ങൾ നാളെയുടെ ഇന്ധനമാകുന്ന കാലഘട്ടത്തിലേക്കുള്ള വലിയ ചുവടുവയ്പായാണ് ബയോ CNG വിപ്ലവം ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഇത് മറ്റ് സംസ്ഥാനങ്ങൾക്കും മാതൃകയായി മാറുന്നു. വാർത്തയുടെ നിറം തേടി തനിനിറം.